നമസ്കാരം. ഇന്നത്തെ ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ന്യൂസ് അറ്റ് 6 PM ആദ്യം പ്രധാന തലക്കെട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതി. ഭരണസമിതി അംഗങ്ങളും പ്രതിപട്ടികയിൽ. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി SIT സമർപ്പിച്ച കുറ്റപത്രത്തിൽ സ്വർണ്ണ വ്യാപാരി പങ്കജ് ഭണ്ഡാരിയും തന്ത്രി കണ്ഠര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രതികൾ. എന്താണ് ഒപ്പന്റെ ഇഷ്യൂ? ഒപ്പന്റെ ഇഷ്യൂ എന്താണ്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ കയ്യാങ്കളി. കൗൺസിൽ യോഗത്തിന് ശേഷം BJP UDF അംഗങ്ങൾ ഏറ്റുമുട്ടി. മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടാൻ കോൺഗ്രസ് അംഗങ്ങളെ BJP കൗൺസിലർമാർ അനുവദിച്ചില്ലെന്നും വനിതാ അംഗങ്ങളെ കയ്യേറ്റം ചെയ്തെന്നും പരാതി. BJP കൗൺസിലറുടെ ഷർട്ട് വലിച്ചു കീറിയെന്നും ആരോപണം. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ അന്വേഷണം സംഘപരിവാർ നേതാക്കളിലേക്ക്. VHP നേതാവ് ചമ്പത് റായിയെ ചോദ്യം ചെയ്തു. തട്ടിപ്പിനെ കുറിച്ച് 3 മാസം മുമ്പ് ട്രസ്റ്റിനെ അറിയിച്ചിരുന്നു എന്ന് SBI. ട്രസ്റ്റ് ഉടൻ പുനഃസംഘടിപ്പിക്കും. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ജൂലൈ 2ാം വാരം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി. മൂല്യനിർണ്ണയ പിഴവിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിന് PSC. ആസൂത്രണ ബോർഡിലേക്കുള്ള റാങ്ക് പട്ടിക പുതുക്കും. നിലവിലെ റാങ്ക് പട്ടിക റദ്ദാക്കുവാനും മാർക്കിടാതെ വിട്ട 10 ചോദ്യങ്ങൾ വീണ്ടും മൂല്യനിർണ്ണയം നടത്താനും തീരുമാനം. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 9ാം പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം വിശദമായ വാദം കേൾക്കാതെ റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. 22 ദിവസമായിട്ടും അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന് ചോദ്യം. പബ്ലിക് പ്രോസിക്യൂട്ടർ ഒത്തുകളിച്ചെങ്കിൽ നടപടിയെടുക്കാമെന്നും കോടതി. ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം ആസൂത്രിതമെന്ന് ED. ഉന്നത നേതാക്കളുടെ പ്രകോപനപരമായ പ്രസംഗം അണികൾക്കുള്ള സിഗ്നലായെന്നും ഹർജിയിൽ. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി റദ്ദാക്കിയതിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. 16 ലക്ഷം സ്ത്രീകളോട് UDF സർക്കാർ ക്രൂരത കാട്ടുന്നുവെന്ന് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സ്ത്രീകളെ പറ്റിക്കാനായി LDF സർക്കാർ നടപ്പാക്കിയ പദ്ധതിയെന്ന് മുഖ്യമന്ത്രി. ഊരാളുങ്കലിന്റെ പദ്ധതികൾ നടപടിക്രമങ്ങൾ പാലിച്ചെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. UDFന് വൈകി വന്ന ബോധോദയമെന്ന് VN വാസവൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും പ്രതിപട്ടികയിൽ. ഭരണസമിതിയും പ്രതികളാണ്. 2025 സ്വർണ്ണക്കൊള്ളയിലാണ് പ്രതി ചേർത്തിരിക്കുന്നത്. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. തന്ത്രി കണ്ഠര് രാജീവരെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സ്വർണ്ണ വ്യാപാരി പങ്കജ് ഭണ്ഡാരിയെയും പ്രതി ചേർത്തിട്ടുണ്ട്. 2019 ഗൂഢാലോചനയുടെ തുടർച്ചയാണ് 2025 SIT പറയുന്നു. പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചനയും ചുമത്തി. ഇതോടെ CPM കാലത്തെ ഒരു ബോർഡ് അംഗം കൂടി പ്രതിപട്ടികയിൽ ായിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നു. രാജേഷ്, ഇതിൽ ഏറ്റവും പ്രധാനം പറഞ്ഞ പോലെ തന്നെ 2019 ഗൂഢാലോചനയുടെ തുടർച്ചയാണ് 2025 SIT നിഗമനമാണോ PS പ്രശാന്തിനെയും പ്രതിപട്ടികയിൽ ചേർക്കാനുള്ള കാരണം? അമ്പിളി, തീർച്ചയായും ഇതിൽ ഒരു വലിയ ഗൂഢാലോചനയും ആസൂത്രിതമായ ഒരു കുറ്റകൃത്യം നടന്നു എന്നാണ് EDയുടെ ആരോപണം. ഇത് ആദ്യ കുറ്റപത്രം ഈ കേസിൽ ഫയൽ ചെയ്തതോടനുബന്ധിച്ച് ഹൈക്കോടതിയിൽ വിശദമായ റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണവും കൂടി ED മുന്നോട്ട് വയ്ക്കുന്നത്. പ്രശാന്തും പ്രതിപട്ടികയിൽ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് മുൻപ് തന്നെ ED ആരോപിച്ചിരുന്നെങ്കിലും അത് പ്രത്യക്ഷത്തിൽ നിയമപരമായി ഒരു ഗൂഢാലോചനയും ക്രിമിനൽ ഗൂഢാലോചനയും ഒരു ക്രിമിനൽ കുറ്റം എന്നുള്ള രീതിയിൽ ഇവരെല്ലാവരെയും കൂടെ ചേർത്ത് ഒരു വിശദമായ റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ ED നൽകിയിരിക്കുകയാണ്. അതിൽ ഇവർക്കെതിരെ കേസെടുത്ത് തുടരന്വേഷണം നടത്തണം. ഇത് 2019 മുതൽ ഇത് ആസൂത്രണം നടന്നു, ഗൂഢാലോചന നടന്നു. അതേ തുടർന്ന് ഒരു ആസൂത്രിത കുറ്റകൃത്യമായ രീതിയിലാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ EDയുടെ ആരോപണം. ഇനി മറ്റ് പരിശോധനകളുടെ കൂടെ കുറച്ച് ഫോറൻസിക് റിപ്പോർട്ടുകൾ കൂടി വരാനുണ്ട്. എങ്കിൽ പോലും ഇതിൽ സ്വർണം അപഹരിക്കപ്പെട്ടു എന്ന കാര്യം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ED ഹൈക്കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത്.
പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടി ഇതിന്റെ പുറമെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നു എന്നുള്ള പരിശോധന, അത് എപ്പോഴും ആ ഒരു പരിശോധന ED മുൻപ് തന്നെ പ്രാരംഭമായ പരിശോധന നടത്തുന്നുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയും ഹൈക്കോടതിയുടെ മുന്നിലുണ്ട്. എങ്കിലും ഇതിൽ എല്ലാ തെളിവുകളും, അതായത് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുന്ന തെളിവുകളും ചോദ്യം ചെയ്തിട്ട് ലഭിക്കുന്ന മൊഴികളും ഈ പങ്കജ് ഭണ്ഡാരിയുടെയൊക്കെ നേരിട്ടുള്ള പങ്കും, ഇതിന്റെ തെളിവുകൾ മുഴുവൻ പുറത്തു വരട്ടെ അല്ലെങ്കിൽ അന്വേഷിച്ച് കൊണ്ടുവരട്ടെ എന്നുള്ള നിലപാടിലാണ് ഹൈക്കോടതി ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തിനെ കൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശദമായ ഒരു കൂടുതൽ അന്വേഷണം, അതായത് സംസ്ഥാനത്തിലെ രാജ്യാന്തര ബന്ധമുള്ള രീതിയിലേക്ക് തെളിവുകൾ വന്നാൽ ഒരുപക്ഷെ CBI അന്വേഷണത്തിനും സാധ്യതയുണ്ട്. ശരി, കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. തന്നെ പ്രതിയാക്കിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നതായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയ അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ ശ്രമിച്ചു. പീഠം കൈവശമുണ്ടായിട്ടും ശബരിമല എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫീസിലുണ്ടെന്ന് കള്ളം പറഞ്ഞതിൽ ഗൂഢാലോചനയുണ്ടെന്നും പ്രശാന്ത് ആരോപിക്കുന്നു. കോടതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. എന്റെ ചോദ്യം അതാണ്. അയാളെ കയ്യിലുണ്ടെന്ന് അയാൾക്കറിയാം. അയാൾ സേഫ് കസ്റ്റഡി ഉണ്ടായിരുന്ന സാധനം എങ്ങനെയാണ് അത് മറച്ചു വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്? അപ്പൊ ഞങ്ങളെ കുളിപ്പിക്കാനല്ലേ? അതാണ് എന്റെ പാഠം. ഇതെല്ലാം കൂടി ഒന്ന് ഡീറ്റെയിൽ കൊടുക്കണം. മറ്റേ പ്രതിയാക്കപ്പെടുന്നതും കൊടുത്തോളൂ. പക്ഷെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം കൂടെ കൊടുക്കണം. ഉണ്ടെങ്കിൽ എവിടെയാണ് ഈ ഗൂഢാലോചന എന്നുള്ളത് ബഹുമാനപ്പെട്ട SIT ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് 2 തവണയാണ് PS പ്രശാന്തിനെ SIT ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചപ്പോഴാണ് PS പ്രശാന്ത് പ്രതിയാണ്, പ്രശാന്തിനെതിരെ തെളിവുകൾ ഉണ്ടെന്നാണ് SIT കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിക്കുകയാണ്. തീർച്ചയായും നമ്മൾ ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതാണ് അദ്ദേഹം കൃത്യമായി ആരോപിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം അദ്ദേഹം പറയുന്നത് ദേവസ്വം ബോർഡ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ കത്ത് നൽകാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് മന്ത്രിക്ക് കഴിയുമോ എന്ന കാര്യം പരിശോധിക്കണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ തന്നെയാണ് ഇത്തരത്തിൽ പീഠം കൈവശം വെച്ചുകൊണ്ട് തന്നെ ഈ പീഠം ശബരിമല എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫീസിലുണ്ട് എന്ന കള്ളം പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഇത്തരമൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് നേരത്തെ ഉണ്ടായിരുന്ന ഈ അയ്യപ്പ സംഗമത്തെ പൊളിക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ തന്നെയും രാഷ്ട്രീയപരമായ ഗൂഢാലോചനയുടെ ഭാഗമായി പ്രതിയാക്കിയിരിക്കുന്നത് എന്ന കാര്യം അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നു. പലപ്പോഴും 2019 ഈ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കള്ളത്തരങ്ങൾ പോലും അത് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 2025 ഈ ശബരിമലയിൽ സ്വർണ്ണപ്പാളികൾ കൊടുത്തു വരുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തങ്ങളുടെ മുന്നിൽ വന്നിരുന്നു. ആ റിപ്പോർട്ട് പിന്നീട് കോടതി ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾ അതേപോലെ തന്നെ കോടതിയിൽ നൽകുകയായിരുന്നു. അതേ തുടർന്നാണ് ഈ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള സ്വർണ്ണപ്പാളികളുടെ മോഷണവും സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും പുറത്തു വരുന്നതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കടക്കം ഇക്കാര്യത്തിൽ പുറത്തു വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. തനിക്ക് ആകപ്പാടെ ഒരു തെറ്റ് മാത്രമാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത് ദ്വാരപാല ശില്പങ്ങളുടെ മങ്ങൽ മാറ്റുകയായിരുന്നില്ല താൻ ശ്രമിച്ചത്. ഇവയുടെ പാതകളിൽ വിള്ളൽ ഉണ്ടായിരുന്നു. ആ വിള്ളൽ മാറ്റാനുള്ള ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. ജീവനക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് താൻ ആ നടപടികൾ, അത് ചട്ടപ്രകാരം എന്ത് നടപടി സ്വീകരിക്കണമോ ആ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശമാണ് താൻ നൽകിയത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് യാതൊരു തരത്തിലുള്ള പങ്കും ഇല്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ശബരിമലയിൽ കോടാനുകോടി രൂപയുടെ മരാമത്ത് വർക്കുകൾ അടക്കം നടക്കുന്നുണ്ട്. അത്തരത്തിലൊരു കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് പോലും താൻ ഒരു കട്ടൻ ചായ പോലും വാങ്ങിയിട്ടില്ല എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്ത് നടപടി ഉണ്ടായാലും, ഏത് തരത്തിലുള്ള നടപടി ഉണ്ടായാലും അതിനെ നേരിടാൻ തയ്യാറാണ്. SITയുടെ ഭാഗത്തു നിന്നും അറസ്റ്റ് നടക്കുമ്പോൾ വിലങ്ങ് വെച്ചാലും കോടതി പറയുന്നത് എന്താണോ അത് താൻ കേൾക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തന്റെ എല്ലാ വിവരങ്ങളും ഇതിനോടകം തന്നെ SITക്ക് നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ താൻ 2 തവണയോളം
SITക്ക് മുന്നിൽ മൊഴി നൽകാനായി ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്റെ എല്ലാ വിവരങ്ങളും SITക്ക് അറിയാം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. SITയിൽ തങ്ങൾക്ക് സംശയമില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. രാഷ്ട്രീയപരമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് തന്നെ ഇതിൽ പ്രതിയാക്കിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും പ്രതിപട്ടികയിലായിരിക്കുകയാണ്. ഭരണസമിതിയും പ്രതികളാണ്. 2025 സ്വർണ്ണക്കൊള്ളയിലാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതായത് 2019 ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടാകുന്നത്. അതിന്റെ തുടർച്ചയാണ് 2025 നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് SITയുടെ നിഗമനം. തന്നെ പ്രതിയാക്കിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് ആരോപിക്കുകയാണ് ഇപ്പോൾ PS പ്രശാന്ത്. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ. ഇനി മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ വിവാദങ്ങൾക്കിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP UDF അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. UDF അംഗങ്ങളുടെ പ്രതിഷേധത്തിനിടെ അജണ്ടകൾ പാസാക്കിയാണ് കൗൺസിൽ യോഗം പിരിഞ്ഞത്. ഇതിന് പിന്നാലെയാണ് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത്. മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടാൻ കോൺഗ്രസ് അംഗങ്ങളെ BJP കൗൺസിലർമാർ അനുവദിച്ചില്ലെന്നും വനിതാ അംഗങ്ങളെ കയ്യേറ്റം ചെയ്തെന്നും പരാതി. BJP കൗൺസിലറുടെ ഷർട്ട് വലിച്ചു കീറിയെന്നും ആരോപണം. എന്താണ് ഒപ്പന്റെ ഇഷ്യൂ? എന്താണ് ആ മിനിറ്റ്സ് ബുക്ക് എവിടെ പറഞ്ഞാൽ മിനിറ്റ്സ് ബുക്ക് നിങ്ങൾ അന്വേഷിച്ച് നോക്കും. മിനിറ്റ്സ് ബുക്ക് അവന്മാർ കയറി. നിങ്ങൾ മിനിറ്റ്സ് ബുക്ക് എവിടെ അന്വേഷിച്ച് നോക്കും. ഈ കഴിഞ്ഞ ഒപ്പുള്ള സുഗതൻ വിഷയത്തിൽ ഇനി കോടതിയിൽ സ്റ്റാൻഡിംഗ് ആണ്. മിനിറ്റ്സ് ബുക്ക് അവർ കീറി. ഇത് സുഗതന് വേണ്ടി അറ്റൻഡൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി രാവിലെ മേയർ വന്ന് അലങ്കോലമാക്കി. അതിനുശേഷം ഈ മിനിറ്റ്സ് ബുക്കിൽ നമ്മൾ ഒപ്പിടുന്നു എന്ന് മനസ്സിലാക്കിയപ്പം ഇവർക്കത് മനസ്സിലായി കളി പാളിയെന്നുള്ളത്. അപ്പോഴാണ് ചെമ്പഴന്തി ഉദയൻ എന്ന് പറഞ്ഞ ഈ നാട്ടിലെ കൊച്ചു പിള്ളേരുടെ സ്കൂളിൽ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെന്ന തേർഡ് റേറ്റ് എംബോക്കി അൺപാർലമെന്ററി വാക്ക് ഉപയോഗിക്കുകയാണ്. വന്ന് നമ്മുടെ വനിതാ കൗൺസിലർമാരെ അടിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് മിനിറ്റ്സ് ബുക്കിൽ നിന്ന് പിടിച്ചു മാറ്റുകയും ചെയ്തു. അതൊന്നും കണ്ടോണ്ടിരിക്കേണ്ട അവസ്ഥ നമുക്കില്ല. ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ മക്കളുടെയൊക്കെ തന്നെ വിവാഹം, ആ വിവാഹം നടക്കുമ്പോഴേക്കും അവർക്ക് ലോണായിട്ട് കോർപ്പറേഷനിൽ നിന്നും പണം കൊടുക്കാം. അവർ തിരിച്ചടയ്ക്കും. പലിശ കുറവാണത്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, റോഡ് പണിയുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം, വ്യത്യാസം വരുത്തേണ്ട കാര്യങ്ങൾ വ്യത്യാസം വരുത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അവർ ആ സമയത്തൊക്കെ തന്നെ മുദ്രാവാക്യം വിളിച്ചതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. പലതവണ പറഞ്ഞു. ഒടുവിൽ 3 തവണ വീണ്ടും നമുക്ക് ഇക്കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. ചർച്ചയുമായി മുന്നോട്ട് പോകണം. അതിനുശേഷം ഏത് വിഷയം വേണമെങ്കിലും ചർച്ച ചെയ്യാം എന്ന നിലപാടാണ് ഭരണസമിതി സ്വീകരിച്ചത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അത്തരത്തിലൊരു കൗൺസിൽ യോഗം മുഴുവനായി ബഹളമയമായിട്ട് കൗൺസിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് അജണ്ടകൾ പാസാക്കി കൗൺസിൽ യോഗം പിരിയേണ്ട ഒരു സാഹചര്യമുണ്ടായത്. അതിനുശേഷം സാധാരണ നമുക്കറിയാം, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ച് വരുന്ന കൗൺസിലർമാരൊക്കെ തന്നെ ചില മുദ്രാവാക്യങ്ങൾ വിളിക്കാറുണ്ട്, കൗൺസിൽ ഹാളിലോട്ട് പോകാറൊക്കെ ഉണ്ട്. പക്ഷേ ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മുടെ മുമ്പിലെത്തിക്കും. സാധാരണ കൗൺസിൽ യോഗം അവസാനിക്കുന്നതിന് മുമ്പ്, പെട്ടെന്നൊക്കെ അവസാനിക്കുന്നതിന് മുമ്പ് ഒപ്പിട്ട് തീർന്നില്ലെങ്കിൽ കുറച്ച് സമയം കൂടി അവരുടെ ഒപ്പിടാൻ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ മേയർ സെക്ഷനിൽ അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവും. അവിടെ വന്ന് അന്ന് യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒപ്പിടാം. ഞങ്ങൾ അതിലൊന്നും സ്ട്രിക്റ്റ് ആയിട്ട് ഒപ്പിടാൻ പാടില്ല, അങ്ങനെയുള്ള നിലപാടൊന്നും എടുക്കാൻ പാടില്ല, എടുത്തിട്ടുമില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരിക്കലും ഒരു കൗൺസിലിനകത്തിൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യം അവിടെ കണ്ടത്, അറ്റൻഡൻസ് രജിസ്റ്റർ ഒരു കൗൺസിൽ അംഗത്തിന് ഒപ്പിടാൻ കൊടുത്താൽ അദ്ദേഹം ഒപ്പിട്ടിട്ട് അത് കൊടുത്ത ഉദ്യോഗസ്ഥന്റെ കയ്യിൽ അല്ലെങ്കിൽ ജീവനക്കാരുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണം. അല്ലെങ്കിൽ അടുത്ത കൗൺസിലർക്ക് ഒപ്പിട്ട് ഞാൻ പാസ് ചെയ്യണം. ഇപ്പോൾ അവിടെ ഒരു വലിയൊരു പ്രദർശനം നടന്നു. ഈ അറ്റൻഡൻസ് രജിസ്റ്റർ ഒരിക്കലും രഹസ്യ വസ്തുവല്ല. ഇന്നലെ ഇപ്പോൾ എന്നെ കണ്ട എല്ലാ മാധ്യമപ്രവർത്തകരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. നിങ്ങളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി കിട്ടും. അതിനിടയിൽ ഞാൻ മനസ്സിലാക്കിയത്, ആ അറ്റൻഡൻസ് രജിസ്റ്ററിൻ്റെ ചില പേജുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. ചിലർ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിക്കുന്നത് കണ്ടു. അപ്പോൾ ഇതിൽ ഓരോരുത്തരും ഒപ്പിടുന്ന ഓരോ ടൈപ്പ് പെന്നും കൊണ്ടാണ്. അതിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഇത് നാളെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കേണ്ട രേഖയാണ്. ഇതൊരു ആധികാരികമായ ഒരു രേഖയാണിത്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഒപ്പിടാൻ ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒപ്പിടുക, ഒന്നുകിൽ ഉദ്യോഗസ്ഥരെ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത ഒപ്പിടാൻ്റെ ആളുടെ കൊടുക്കുക. അതാണല്ലോ ജനാധിപത്യത്തിൽ മര്യാദ. അല്ലാതെ ആ അറ്റൻഡൻസ് രജിസ്റ്ററിനെ കൊടുക്കില്ല, മറ്റാർക്കും ഒപ്പിടാൻ കൊടുക്കില്ല എന്ന് വച്ചിരിക്കുകയും അതിന് ഡാമേജ് വരുത്തുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് അത് ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ദൗർഭാഗ്യകരമായ കാര്യങ്ങളുണ്ടായി.
രജിത് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രജിത്ത്, നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പല സംഘർഷങ്ങളും ഉണ്ടായിരുന്നു. ഇന്നും BJP UDF അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി നടന്നു. എന്താണ് ഈ കോർപ്പറേഷനിൽ സംഭവിക്കുന്നത്? അമ്പിളി, ഇന്ന് കൗൺസിൽ യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ 700ഓളം അജണ്ടകളാണ് ഉണ്ടായിരുന്നത്. 700 അജണ്ടകളും നേരെ കൗൺസിൽ യോഗം വിളിച്ചതിന് ശേഷം മേയർ എത്തി മേയർ സീറ്റിൽ ഇരുന്ന് ഈ അജണ്ടകൾ വായിക്കുകയും അതിനുശേഷം ഈ അജണ്ടകളെല്ലാം തന്നെ പാസ്സാക്കിയതായി പ്രഖ്യാപിച്ച് കൗൺസിൽ യോഗം പിരിച്ചുവിടുകയും ചെയ്തു. അത് തുടർന്ന് മേയർ തിരികെ പോവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷമാണ് നേരത്തെ അതിന് മുന്നോടിയായി തന്നെ ഇടതുപക്ഷ അംഗങ്ങൾ കൗൺസിലർ സുഗതനെ കൗൺസിലിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ബാനർ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. അതേ സമയത്ത് UDFന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധം ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ മേയർ കൗൺസിൽ പിരിച്ചുവിട്ടതിന് ശേഷം രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയത്. രജിസ്റ്ററിൽ ഒപ്പുവെക്കാതെ അല്ലെങ്കിൽ എല്ലാ അംഗങ്ങളെയും രജിസ്റ്ററിൽ ഒപ്പുവെക്കാൻ സമ്മതിക്കാതെ സുഗതനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കൗൺസിൽ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ എന്നാരോപിച്ചുകൊണ്ടാണ് UDF അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ രജിസ്റ്ററിൽ ഒപ്പുവെക്കാൻ തയ്യാറായത്. ആ സമയത്താണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ചെമ്പഴന്തി ഉദയനും അവിടേക്ക് എത്തുകയും രജിസ്റ്റർ പിടിച്ചു വാങ്ങാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. അങ്ങനെ രജിസ്റ്റർ പിടിച്ചു വാങ്ങാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് വനിതാ കൗൺസിലർമാർക്ക് മർദ്ദനമേറ്റുവെന്ന് UDF അടക്കം ആരോപിക്കുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയാവുകയും പിന്നീട് വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുമായിരുന്നു. തുടർന്നാണ് ഈ കയ്യാങ്കളിക്ക് ശേഷം അംഗങ്ങൾ പുറത്തേക്ക് പോവുകയും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തുകയും ചെയ്തത്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം സുഗതനെ സംരക്ഷിക്കാനുള്ള സർക്കാർ ഈ മേയറുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് തുടർ ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നാണ് LDFും UDFും ഇപ്പോഴും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിലും ഉണ്ടാകും. ശരി, രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല രാജ്യത്ത് BJPക്ക് എന്ത് ജനാധിപത്യമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാമന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കിയ ആളുകളാണ് BJP. അവിടെയാണ് പെരുംകൊള്ള നടന്നത്. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി 2 ഇറ്റ് കണ്ണീർ ഒഴിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. BJPക്ക് എന്ത് ജനാധിപത്യം, എന്ത് പൗരാവകാശം, എന്ത് രാഷ്ട്രീയ മാന്യത? നിങ്ങൾ അയോധ്യയിലേക്ക് നോക്കിയാൽ പോലെ അയോധ്യയിലേക്ക് നോക്കുന്നത് BJPയെ കാണാം. അവിടെ ശ്രീരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് അധികാരം പിടിച്ചു പറ്റിയ പാർട്ടിയാണ് BJP. രാമന് വേണ്ടി പാർട്ടി ഉണ്ടാക്കിയ പാർട്ടി, രാമന് വേണ്ടി രഥയാത്രയ്ക്ക് സ്വരുക്കൂട്ടിയ പാർട്ടി, ശ്രീരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് രാജ്യം മുഴുവനും വർഗീയ കലാപത്തിന്റെ വേലികേറ്റമുണ്ടാക്കിയ പാർട്ടി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും 60 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്കും 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 11 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. അറബിക്കടലിലും വടക്കൻ തെലങ്കാനയ്ക്ക് സമീപത്തും ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണം. കനത്ത മഴയിൽ വിവിധ ജില്ലകളിൽ നിന്ന് നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇടുക്കിയിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. മണിയാറൻകുടി സ്വദേശി അജയൻ രവിയുടെ വീടാണ് തകർന്നത്. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. അരുണാചൽ പ്രദേശിലും അസമിലും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. അരുണാചൽ പ്രദേശിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവരുടെ എണ്ണം 9 ലോവർ ദിബാങ് വാലി ജില്ലയിൽ സിസിരി നദി കര കവിഞ്ഞൊഴുകിയതോടെ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. രക്ഷാപ്രവർത്തനത്തിനെത്തിയ ബോട്ട് ഒഴുക്കിൽപ്പെട്ടതോടെ രക്ഷാപ്രവർത്തനത്തിനും തിരിച്ചടിയായി. അസമിൽ 20,000-ഓളം ആളുകളെ മഴക്കെടുതി ബാധിച്ചു. 96 ഗ്രാമങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. തുടർച്ചയായ മഴയെ തുടർന്ന് ബ്രഹ്മപുത്ര നദിയും പോഷക നദികളും കര കവിഞ്ഞൊഴുകുകയാണ്. പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനായി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കാര്യങ്ങൾ വിലയിരുത്തുകയാണ്.
ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 9ാം പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം വിശദമായ വാദം കേൾക്കാതെ റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. 22 ദിവസമായിട്ടും അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന് അന്വേഷണ സംഘത്തോട് കോടതി ചോദിച്ചു. പബ്ലിക് പ്രോസിക്യൂട്ടർ ഒത്തുകളിച്ചെങ്കിൽ നടപടിയെടുക്കാമെന്നും കോടതി. ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം ആസൂത്രിതമെന്ന് ED ആരോപിച്ചു. ഉന്നത നേതാക്കളുടെ പ്രകോപനപരമായ പ്രസംഗം അണികൾക്കുള്ള സിഗ്നലായെന്നും ഹർജിയിൽ പറയുന്നു. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തയെ ED ചോദ്യം ചെയ്യുന്നു. ഇത് 2ാം തവണയാണ് ശരൺ എസ് കർത്തയെ ചോദ്യം ചെയ്യുന്നത്. കേസിൽ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ശരൺ കർത്തയെ വിളിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ T വീണയെ 2ാം തവണ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് CMRL ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ വ്യക്തത തേടുന്നതിന്റെ ഭാഗമായാണ് EDയുടെ ചോദ്യം ചെയ്യൽ. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ട 16 ലക്ഷം സ്ത്രീകളോട് UDF സർക്കാർ ക്രൂരത കാട്ടുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. പാവപ്പെട്ട സ്ത്രീകളോടാണ് വീറും വാശിയും കാട്ടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സ്ത്രീകളെ പറ്റിക്കാനായി LDF സർക്കാർ നടപ്പാക്കിയ പദ്ധതിയെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പാവപ്പെട്ട സ്ത്രീകൾക്ക് കൈത്താങ്ങായി ഇടതു സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് UDF സർക്കാർ തുരങ്കം വയ്ക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. 16 ലക്ഷം സ്ത്രീകളോട് സർക്കാർ ക്രൂരത കാട്ടുന്നുവെന്ന് പ്രമേയ അവതാരകൻ AC മൊയ്തീൻ ആരോപിച്ചു. അതാത് പഞ്ചായത്തുകൾ കൃത്യമായ മാനദണ്ഡം പാലിച്ചാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതെന്നും യാതൊരു കാരണവുമില്ലാതെ ഇപ്പോൾ പെൻഷൻ തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും AC മൊയ്തീൻ ആരോപിച്ചു. പരിശോധിക്കുന്നതിന് അദ്ദേഹത്തിന് അസാമാന്യമായ വേഗതയുള്ള ഒരാളല്ലേ സാർ? ധവളപത്രം പുറപ്പെടുവിച്ചോ ഇത് പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതിൽ അന്യായം നടന്നിട്ടുണ്ടോ, മറ്റു കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അതിവേഗത്തിൽ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെന്റിനും ഈ കാര്യത്തിൽ പാവപ്പെട്ടവരുടെ കാര്യത്തിൽ മാത്രം എന്താണ് സാർ താമസം? തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട പാവപ്പെട്ട സ്ത്രീകളെ പറ്റിക്കാനായി LDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷയെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ നടപ്പാക്കിയ പദ്ധതിയാണെന്നും വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ UDF സർക്കാർ നടപ്പാക്കുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. 120 മാസം ഭരിച്ചിട്ട് സ്ത്രീകളോട് സ്നേഹം വന്നത് അവസാന സമയത്ത് ആ ഇലക്ഷൻ വരുമ്പോൾ അതെന്താ കാര്യം? ലോക്കൽ ബോഡി ഇലക്ഷനിൽ നല്ല കനത്ത തിരിച്ചടി കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. മനസ്സിലായല്ലോ? കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോഴാണ് കൊടുത്തത്. മാർച്ച് 16-ാം തീയതി കൊടുത്ത കേസാണ്. അതുകൊണ്ട് ഇത് പരിശോധിച്ചിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരു കാരണവശാലും ഇത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. എന്നാൽ K-സ്മാർട്ട് വഴി കൃത്യമായി പരിശോധനകളിലൂടെ നടപ്പാക്കിയ പദ്ധതിയാണെന്നും സർക്കാർ പാവപ്പെട്ട സ്ത്രീകളോടാണ് വീറും വാശിയും കാട്ടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. ഈ പദ്ധതിയോട് ഇത്തരത്തിലൊരു വിമുഖത മുഖ്യമന്ത്രി കാണിക്കുന്നത് ശരിയല്ല, ഗവൺമെൻറ് കാണിക്കുന്നത് ശരിയല്ല. എന്തിനാണ് പാവപ്പെട്ട സ്ത്രീകളോട് അനാവശ്യമായ വീറും വാശിയും കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചുവെങ്കിലും വാക്കൌട്ട് നടത്താതെ പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഊരാളുങ്കൽ കമ്പനിയുടെ കാര്യത്തിൽ U-ടേൺ അടിച്ച് UDF സർക്കാർ. ഊരാളുങ്കൽ സൊസൈറ്റി ഗുണനിലവാരത്തോടെ പ്രവർത്തിക്കുന്ന കമ്പനിയാണെന്നും ക്രമവിരുദ്ധ കരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ നിയമസഭയിൽ മറുപടി നൽകി. CPMന്റെ അഴിമതിപ്പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന ഗുരുതര ആരോപണമായിരുന്നു പ്രതിപക്ഷത്തായിരുന്നപ്പോൾ മുഖ്യമന്ത്രി VD സതീശനടക്കം UDF നേതാക്കൾ ഉന്നയിച്ചിരുന്നത്. അധികാരത്തിൽ വന്നപ്പോൾ മുതൽ UDF സർക്കാർ PMC ഉൾപ്പെടെ പല കാര്യങ്ങളിലും U-ടേൺ അടിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ കാര്യത്തിലും UDF മലക്കം മറിയുന്നു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ മുഖ്യമന്ത്രി VD സതീശനടക്കം രൂക്ഷമായ വിമർശനമാണ് ഊരാളുങ്കൽ കമ്പനിക്കെതിരെ നടത്തിയിരുന്നത്. CPMന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന ഇടമാണ് ഊരാളുങ്കൽ എന്ന് VD സതീശൻ നിരന്തരം വിമർശിച്ചിരുന്നു. പിണറായി വിജയന്റെ കള്ളപ്പണം വെളുപ്പിക്കുന്ന കേരളത്തിലെ അദാനിയാണ് ഊരാളുങ്കൽ എന്നായിരുന്നു ലീഗ് നേതാവും ഇപ്പോഴത്തെ മന്ത്രിയുമായ KM ഷാജി അന്ന് കടന്നാക്രമിച്ചത്. അതേ UDF ഇപ്പോൾ ഭരണത്തിലേറിയപ്പോൾ നിലപാട് മാറ്റി. ഗുണനിലവാരത്തോടെ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഊരാളുങ്കൽ സൊസൈറ്റിയെന്നും ക്രമവിരുദ്ധ കരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുമാണ് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് നിയമസഭയിൽ മറുപടി നൽകിയത്. ആദ്യം NHAന്റെ വർക്ക് നന്നായി നടത്തി, അത് കേന്ദ്രത്തിനെ പ്രേരിപ്പിച്ചു. നമ്മുടെ നാട്ടിലെ വർക്കൊന്നും ഭംഗിയായിട്ട് നടന്നില്ല. അതാണ് വലിയൊരു ചെറിയ വിഷയം. പിന്നെ ആണെങ്കിൽ അവര് ആദ്യം നല്ല ക്വാളിറ്റി വർക്കായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഊരാളുങ്കലിന്റെ പിന്നാലെ പോയത്. വർക്കിനോട് കൂടി ഇപ്പൊ അവരുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാം.
ഊരാളുങ്കലിനെ തുറന്നുകാട്ടുക എന്ന ഉദ്ദേശത്തോടെ ഭരണപക്ഷത്തു നിന്നും BT ബൽറാം ഉന്നയിച്ച ചോദ്യത്തിനാണ് പൊതുമരാമത്ത് മന്ത്രി കമ്പനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഊരാളുങ്കൽ സൊസൈറ്റിയെ മുമ്പ് വിമർശിച്ചിരുന്നവർക്ക് ഇപ്പോൾ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതിൽ സന്തോഷമെന്ന് മുൻ മന്ത്രി VN വാസവൻ. ലോകോത്തര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റി സഹകരണ മേഖലയുടെ അഭിമാനമാണ്. ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തികളെല്ലാം ഭംഗിയായി ചെയ്തിട്ടുള്ള ചരിത്രമാണ് ഊരാളുങ്കലിൻ്റേത്. പ്രതീക്ഷിച്ചതിൽ കഴിഞ്ഞ് ലഭിച്ച ലാഭം സർക്കാരിലേക്ക് തിരിച്ചടച്ചിട്ടുള്ള സ്ഥാപനം കൂടിയാണ് ഊരാളുങ്കലെന്നും VN വാസവൻ പറഞ്ഞു. പ്രശ്നം ഉയർത്തിയവർക്ക് തന്നെ യാഥാർത്ഥ്യബോധത്തോടെ ആ പ്രശ്നത്തെ സമീപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിയുടെ മറുപടിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ്. വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്ററിൻ്റെ ലോകത്തെ 2ാമത്തെ സഹകരണ സംഘമായി തിരഞ്ഞെടുത്ത അവാർഡ് കൊടുത്തവരാണ്. 1ാമത്തെ സഹകരണ സംഘം സ്പെയിനിലെ ഒരു സഹകരണ സംഘമായിരുന്നു. 2ാമത്തെ സഹകരണ സംഘമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്റർ തിരഞ്ഞെടുത്തിരുന്നു. അവർക്ക് അവാർഡ് നൽകിയിരുന്നു. അങ്ങനെ ഊരാളുങ്കലിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ പറഞ്ഞ പല പ്രസ്താവനകളിൽ നിന്ന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പിന്നോട്ട് പോകേണ്ടി വരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ജന്മിത്ത അനുകൂല നിലപാടിലേക്കാണ് UDF പോകുന്നത്. മിഷൻ സമുദ്രയുടെ പേരിൽ തീരദേശ മേഖല കൊള്ളയടിക്കുന്നു. അതിന് സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്നും ബിനോയ് വിശ്വം കൊച്ചിയിൽ പറഞ്ഞു. ഊരാളുങ്കലിന്റെ കാര്യം അടക്കമുള്ള കാര്യങ്ങളിൽ നിരുത്തരവാദപരമായി പറഞ്ഞ പല പ്രസ്താവനകളും ഈ ഗവൺമെന്റിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വിഴുങ്ങേണ്ടി വരും. ഒന്ന് മാത്രമാണ് ഊരാളുങ്കൽ, അതുപോലെ പലതും. ഗാന്ധി നെഹ്റു പാരമ്പര്യങ്ങളെപ്പറ്റി പറയുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരം പറയാൻ കടമയുണ്ട്. ഇത്രയും വലിയ ജന്മത്വാനുകൂല നിലപാടുമായിട്ട് പോകാൻ ഗാന്ധിയൻ പാരമ്പര്യം, നെഹ്റുവിയൻ തോട്ട്സ് ഈ മുഖ്യമന്ത്രിയെ സമ്മതിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം തള്ളി സുപ്രീം കോടതി. വിഷയത്തിൽ എന്താണ് അടിയന്തര പ്രാധാന്യമെന്നും കോടതി ഹർജിക്കാരായ അഭിഭാഷകരോട് ചോദിച്ചു. ക്ഷേത്രത്തിലെ ക്രമക്കേട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു 2 അഭിഭാഷകർ സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസ് വേനലവധിക്ക് ശേഷം ജൂലൈ 2-ാം പാദത്തിൽ കോടതി വീണ്ടും പരിഗണിക്കും. അതേസമയം പ്രത്യേക അന്വേഷണ സംഘം രാജിവെച്ച ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ മൊഴിയെടുത്തു. ചമ്പത് റായിയുടെ മുൻ ഡ്രൈവർ ഉൾപ്പെടെ 8 പേരെ ഇതുവരെ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേട് വിശദമായി പരിശോധിക്കാൻ RSS സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ നിർദ്ദേശപ്രകാരം കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള പ്രചാരക് അനിൽകുമാർ അയോധ്യയിലെത്തി. രാജിവെച്ച ജനറൽ സെക്രട്ടറി ചമ്പത് റായി പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചേക്കും. അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന സംഭാവനാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ RSS വിശദമായി പരിശോധിച്ചു. ഇതിനായി സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭഗവത്തിന്റെ നിർദ്ദേശപ്രകാരം കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള പ്രചാരക് അനിൽകുമാർ അയോധ്യയിലെത്തി. ട്രസ്റ്റ് അംഗങ്ങളുമായും രാമക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്ന സന്യാസിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അതേസമയം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാമക്ഷേത്ര ട്രസ്റ്റിൽ സമ്പൂർണ്ണ അഴിച്ചുപണി നടത്താനുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ജൂലൈ 11 നടക്കുന്ന ട്രസ്റ്റ് യോഗത്തിന് ശേഷം പുതിയ ജനറൽ സെക്രട്ടറിയെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. CEO സ്ഥാനത്ത് നിന്ന് വിരമിച്ച IAS ഉദ്യോഗസ്ഥരെ നിയമിക്കാനാണ് ആലോചന. രാജിവെച്ച ജനറൽ സെക്രട്ടറി ചമ്പത് റായ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചേക്കും. പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്നും വിഷയത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി ക്ഷേത്രത്തെ അപമാനിക്കാനുള്ള ശ്രമം അംഗീകരിക്കാനാകില്ല എന്നും വിശ്വഹിന്ദു പരിഷത്ത് വ്യക്തമാക്കിയിരുന്നു. കേസിലെ പ്രതികളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം വിശദമായ പരിശോധന നടത്തി. SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതികരിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തെരുവുനായ ശല്യം കാരണം തൃശൂരിൽ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിനാണ് അവധി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിയെ നായ കടിച്ചിരുന്നു. സ്കൂളിനോട് ചേർന്നുള്ള മിനി ഓഡിറ്റോറിയത്തിലെ മുറിയിൽ തെരുവുനായ പ്രസവിച്ചിരിക്കുകയാണ്. തെരുവുനായ ശല്യം കാരണം വഴി നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ ഒരു കുട്ടിയെ തെരുവുനായ കടിച്ചിരുന്നു. പിന്നീട് ആ നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സ്കൂളിലേക്ക് ഭയമില്ലാതെ വരാൻ കഴിയാത്ത സ്ഥിതിയാണ്. അതിനു പുറമെ സ്കൂളിനോട് ചേർന്നുള്ള മിനി ഓഡിറ്റോറിയത്തിലെ മുറിയിൽ തെരുവുനായ പ്രസവിച്ചിരിക്കുകയാണ്. 4 കുട്ടികളുണ്ട്. ഈ സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപിച്ചതെന്ന് പ്രധാനാധ്യാപിക ഷീജ CP പറഞ്ഞു. തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ്. ഈ അടുത്ത ദിവസം ബുധനാഴ്ച ഞങ്ങളുടെ തന്നെ ഒരു വിദ്യാർത്ഥിയെ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് വെച്ചല്ല, ഓൺ ദ വേ വരുന്ന വഴിക്ക് സ്കൂളിനോടടുത്തുള്ള വഴിയിൽ വെച്ചിട്ട് തന്നെ യാതൊരു കുട്ടി പ്രകോപിപ്പിക്കാതെ തന്നെ
നായ കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുട്ടീനെ ഞങ്ങൾ പ്രഥമ ശുശ്രൂഷ നൽകി ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. പക്ഷെ ആ നായനെ പിടിച്ച് നിരീക്ഷണത്തിലിട്ട സമയത്ത് ആ നായ ചാവുകയും അതിൻ്റെ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വിഷയം പഞ്ചായത്തിൽ പറയുകയും പഞ്ചായത്ത് അതിൻ്റെ അനന്തര നടപടികൾ സത്വരമായിട്ട് തന്നെ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഇന്നലെ ഞായറാഴ്ച പട്ടിപിടുത്തക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതേസമയം സ്കൂളിന്റെ മതിലിന് മുകളിലും സ്കൂളിലേക്കുള്ള വഴിയിലുമടക്കം നിരവധി നായ്ക്കളെ കാണാനാകും. ഇവ പ്രദേശത്ത് അലഞ്ഞു തിരിയുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അത് ഭീഷണിയാണ്. ഉടൻ പരിഹാരം കാണണമെന്നാണ് ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ 4ാം നിലയിൽ നിന്നും വിദ്യാർത്ഥിനി താഴേക്ക് ചാടിയ വിദ്യാർത്ഥിനി മരിച്ചു. 1ാം വർഷ MBBS വിദ്യാർത്ഥിനി കോട്ടയം സ്വദേശി സ്നേഹ പൗലോസ് ആണ് മരിച്ചത്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരത്തിലേക്ക്. KSRTCയിലെ സൗജന്യ യാത്രയെ തുടർന്ന് സർവീസുകൾ വൻ നഷ്ടത്തിലായ സാഹചര്യത്തിലാണ് സ്വകാര്യ ബസ് ഓണേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക് കടക്കുന്നത്. കാസർഗോഡ്, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകൾ ആദ്യഘട്ടത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന ഉപവാസ സമരത്തിലാണ് നിരക്ക്. G-ഫോം നൽകി സർവീസുകൾ നിർത്തിവെക്കുന്നതിനൊപ്പമാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരത്തിന് തയ്യാറാകുന്നത്. KSRTCയിലെ പ്രിയദർശിനി സൗജന്യ യാത്രയെ തുടർന്ന് വൻ നഷ്ടത്തിലായ സ്വകാര്യ ബസ് ഉടമകളും അവരുമായി ചേർന്ന് നിൽക്കുന്ന ജീവനക്കാരും ഉൾപ്പെടെ ജൂലൈ 20 മുതൽ 26 വരെ നടത്തുന്ന ഉപവാസ സമരത്തിൽ പങ്കെടുക്കും. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന ഉപവാസ സമരത്തിന്റെ ആദ്യ ദിനങ്ങളിൽ കാസർഗോഡ്, കോട്ടയം ജില്ലകളിലെ ബസ് ഉടമകൾ അണിനിരക്കും. KSRTC സൗജന്യ യാത്രയെ തുടർന്ന് നഷ്ടത്തിലായ സ്വകാര്യ ബസ് ഉടമകൾ പ്രതിസന്ധികൾ വിശദമാക്കി മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും നിവേദനങ്ങൾ നൽകിയിരുന്നു. ഈ വ്യവസായം മാത്രമല്ല, ഞങ്ങളുടെ തൊഴിലാളികളും തൊഴിലാളി കുടുംബങ്ങളും ഉടമകളെ കുടുംബങ്ങളൊക്കെ കുടില് കെട്ടി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് എത്തും. അതിനു മുമ്പ് സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോംവഴി കണ്ടെത്തിക്കൊണ്ട് സൗജന്യ യാത്ര അനുവദിച്ചതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകളിലെ സർവീസും അതിനെ നിജപ്പെടുത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. നമ്മളൊക്കെ ആവേശത്തോടു കൂടി സർക്കാരിനെ പിന്തുണച്ച് സർക്കാർ വന്നതിന് ശേഷം ഈ വ്യവസായത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകരുത് എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിന് മുമ്പിൽ വെക്കാറുള്ളത്. സെക്രട്ടേറിയറ്റ് സമരത്തിന് മുന്നോടിയായി വരും ദിവസങ്ങളിൽ കലക്ടറേറ്റുകൾക്ക് മുന്നിൽ സൂചനാ സമരം നടത്തും. ജൂൺ 30-ന് ത്രൈമാസ നികുതി അടവിന്റെ കാലപരിധി അവസാനിച്ചാൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെക്കും. അമൃത ന്യൂസ്, കാസർഗോഡ്. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലെ അന്തേവാസിയായിരുന്ന 12 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിന്. ജുവനൈൽ ഹോമിലെ കെയർടേക്കറായ അയ്യൂബാണ് അറസ്റ്റിലായത്. ഒളിവിലായിരുന്ന പ്രതിയെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതോടെ പ്രതി കോടതി മുമ്പാകെ കീഴടങ്ങുകയായിരുന്നു. സ്ഥാപനത്തിലെ മറ്റു കുട്ടികളെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ അന്വേഷണം നടന്നുവരികയാണ്. ലിയോ മെട്രോ കാർഡിയാക് സെന്റർ പ്രസൻസ് ഈ ക്ലാസ്സിൽ ഞാനുമുണ്ട് സമർപ്പിക്കുന്നത് ലിയോ മെട്രോ കാർഡിയാക് സെന്റർ, വയനാട്. സമ്പൂർണ്ണ ഹൃദയ ചികിത്സാ കേന്ദ്രം. പവേർഡ് ബൈ സഫയർ 7 ഫ്ലോർ ടൈൽ ഗാർഡ്. ഇന്റർലോക്കുകൾക്ക് നല്ല തറവാടി കോട്ടിംഗ്. ഭാവിയിലെ പ്രതിഭകൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന അമൃത TVയുടെ ഈ ക്ലാസ്സിൽ ഞാനുമുണ്ട് പദ്ധതി വയനാട് ജില്ലയിൽ നടന്നു. വർഷം തോറും അമൃത TV നടപ്പിലാക്കുന്ന പൊതുജന സമ്മതി നേടിയ പദ്ധതി കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൃഷിമന്ത്രി T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കൽപ്പറ്റ നഗരസഭാ അധ്യക്ഷൻ P വിശ്വനാഥൻ മുഖ്യാതിഥിയായി. മാതാമൃതാനന്ദമയി മഠം മാനന്തവാടി മഠാധിപതി ബ്രഹ്മചാരിണി ദീക്ഷിതാമൃത ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃത TV സംഘടിപ്പിച്ച ഈ ക്ലാസ്സിൽ ഞാനുമുണ്ട് കരുതലിന്റെ അമൃതസ്പർശം എന്ന പദ്ധതി ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കുന്നത്. കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പഠനോപകരണങ്ങളുടെ വിതരണം കൃഷിമന്ത്രി T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. അമൃത TVയുടെ ഉദ്യമത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. മൂല്യാധിഷ്ഠിത പത്രപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ചാനലാണ്. വളരെ വിപുലമായ ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണ് അമൃത TV അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസവും സ്വഭാവ രൂപവൽക്കരണവും നല്ല പൗരനായി വളർന്നു വലുതാകാനുള്ളതായ വഴി സൃഷ്ടിക്കലും ഇന്നത്തെ കാലഘട്ടത്തിലെ അനിവാര്യമായിട്ടുള്ള ഒരു മുഹൂർത്തത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ അമൃത TV ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഉജ്ജ്വലമായിട്ടുള്ള പരിപാടി.
വിദ്യാർത്ഥികൾക്ക് ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്തു. ലിയോ മെട്രോ ഇന്റർനാഷണൽ ഹാർട്ട് കെയറും കേരളത്തിലെ പ്രമുഖ പെയിന്റ് നിർമ്മാണ ബ്രാൻഡായ സഫയർ 7 പെയിന്റ്സും ഈ ക്ലാസ്സിൽ ഞാനുമുണ്ട് പദ്ധതി നടപ്പിലാക്കാൻ അമൃത ടിവിയുമായി സഹകരിച്ചു. ലിയോ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും ലിയോ മെട്രോ കാർഡിയാക് സെന്റർ ചെയർമാനുമായ ഡോക്ടർ TPV സുരേന്ദ്രനെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ഇതിന്റെ മുദ്രാവാക്യം തന്നെ ക്ലാസ്സിൽ ഞാനുമുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ അതെന്ന് വെച്ചാൽ ഡ്രോപ്പ് ഔട്ട് വരാൻ പാടില്ല. പക്ഷേ അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മളെ കടമയാണ്. സഫയർ 7 പെയിന്റ്സ് പ്രതിനിധികളായി എത്തിയ ഡോക്ടർ സുജേഷ്, ഡോക്ടർ സുരഭി R. നായർ എന്നിവരെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. അമൃത ടിവിയുടെ ഇനിഷ്യേറ്റീവ് ആക്ച്വലി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കണ്ടപ്പോൾ. ഇപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സന്തോഷം ആക്ച്വലി. കാരണം വളർന്നു വരുന്ന പ്രതിഭകളാണല്ലോ ഇപ്പോൾ കുട്ടികളെന്ന് പറയുന്നത്. അവർക്കൊരു പ്രചോദനമാണ് ആക്ച്വലി ഈ ഒരു എന്താ പറയുക, എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. എല്ലാവിധ ആശംസകളും ഇതിനുവേണ്ടി നൽകുന്നു. പ്രതിഫലമില്ലാതെ 22 വർഷത്തിലധികമായി കൽപ്പറ്റയിലെ അമൃതകൃപ ചാരിറ്റബിൾ ഹോസ്പിറ്റലിൽ ആതുര ശുശ്രൂഷ നടത്തുന്ന ഡോക്ടർ ദമ്പതികളായ സഞ്ജീവൻ വാസുദേവൻ, അജിത എന്നിവരെയും മന്ത്രി ആദരിച്ചു. കൽപ്പറ്റ നഗരസഭാ അധ്യക്ഷൻ P. വിശ്വനാഥൻ മുഖ്യാതിഥിയായിരുന്നു. അമൃത ടിവിയുടെ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച നഗരസഭാ അധ്യക്ഷൻ വിദ്യാർത്ഥികൾക്കായി ഗാനവും ആലപിച്ചു. മാതാ അമൃതാനന്ദമി മഠം മാനന്തവാടി മഠാധിപതി ബ്രഹ്മചാരിണി ദീക്ഷിതാമൃത ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃത TV ബിസിനസ് ഹെഡ് R. ശിവകുമാർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. നമുക്ക് ഭക്ഷണം നൽകുന്നത് ഭൂമിയാണ്, അല്ലേ? ഈ പ്രകൃതി നമ്മളെ സംരക്ഷിക്കുന്നത് ഭൂമിയാണ്. ആ ഭൂമിയെ തൊട്ട് മടങ്ങി നേരെ നമ്മൾ ഓടേണ്ടത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ രക്ഷിതാക്കളുടെ അടുത്തേക്കാണ്. R. ശിവകുമാർ മന്ത്രിക്ക് അമൃത ടിവിയുടെ സ്നേഹാദരം സമർപ്പിച്ചു. കൽപ്പറ്റ നഗരസഭാ കൌൺസിലർ MP നവാസ് ആശംസയർപ്പിച്ചു. അമൃത TV സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ M. കൃഷ്ണകുമാർ സ്വാഗതവും അമൃത TV ന്യൂസ് എഡിറ്റർ പ്രവീൺ പട്ടാമ്പി നന്ദിയും പറഞ്ഞു. അമൃത TV സെയിൽസ് ഹെഡും AVPയുമായ MG ജയകൃഷ്ണൻ, റീജിയണൽ സെയിൽസ് ഹെഡ് KV രജീഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വയനാട് ജില്ലയിൽ മാത്രം 120ഓളം പ്രതിഭകൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ജില്ലാ പോലീസ് മേധാവി, ജില്ലാ കളക്ടർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. പരിപാടിയോടനുബന്ധിച്ച് നടന്ന സൂപ്പർ സ്റ്റാർ ജൂനിയർ താരം മെൽബിന്റെ സംഗീത വിരുന്നും കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. അമൃത ന്യൂസ്, വയനാട്.